സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കാൻ അതൊരു സുഖം തന്നെയാണ്. സ്വന്തമായിട്ട് അധ്വാനിച്ച് തിന്നണമെന്നാണ് പലരും പറയുന്നത്. അതായത് എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു അധ്വാനത്തിൻ്റെ ഫലമായിട്ടുണ്ടായിരുന്ന ഒരു ഒരു പച്ചക്കറി തോട്ടം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതെ, സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല 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 വെജിറ്റബിൾസ് നമുക്ക് ഭക്ഷണ പദാർത്ഥമായിട്ട് ഉപയോഗിക്കാം. പുറത്തുനിന്ന് വാങ്ങുന്ന വിഷാംശം അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് സ്വന്തമായിട്ടുണ്ടാക്കിയ നല്ല വെജിറ്റബിൾസ് നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ശരീരത്തിന് അസുഖം ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അത് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എൻ്റെ പച്ചക്കറിത്തോട്ടത്തിലേക്ക് പോകാം. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ പച്ചക്കറിത്തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ ചോളവും പയറും വെണ്ടയ്ക്കയും വഴുതനങ്ങയും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ ഒരു പച്ചക്കറിത്തോട്ടത്തിലേക്ക് നമ്മൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാ ചോളം കാണാം, നമ്മുടെ പയറിൻ്റെ ഇത് കാണാം. ചോളത്തിനിടയിലൊക്കെ പയറൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതൊക്കെ വലുതായി കണ്ടിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് ചെറുതാണ്, മുളച്ച് വരുന്നതേ ഉള്ളൂ ഇപ്പോൾ. അതിനുശേഷം നമുക്ക് വലുതായിട്ടൊരു വീഡിയോ കൂടെ കാണാം. എൻ്റെ ഇതേ തോട്ടത്തിൽ തന്നെ നമുക്ക് വലിയൊരു വീഡിയോ കൂടെ കാണാം. ഇവിടെ ഇത് കിഴങ്ങാണ്. ഇവിടെ കിഴങ്ങ് നട്ടിട്ടുണ്ട്. അതിനിപ്പുറത്ത് താരാപ്പിര, വണ്ടരി എന്നൊക്കെ നിങ്ങളുടെ ഭാഷയിൽ എന്താണെന്നറിയില്ല. ഇവിടെ താരാപ്പിരം എന്നൊക്കെ പറയാറില്ലേ, അത് കയ്പ, അങ്ങനെ ഇതൊക്കെ ഉള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ കിഴങ്ങുണ്ട്. കിഴങ്ങിൻ്റെ ഒരു 1, 2, 3, 4, 5 ചാലായിട്ട് കിഴങ്ങ് നട്ടിട്ടുണ്ട് ഇവിടെ. പിന്നെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഇതാ മെയിനായിട്ടുള്ള ചോളം ഇതൊക്കെയാണ്. അതിനുശേഷം നമ്മുടെ ചീരത്തറയിലേക്കൊന്ന് പോയി നോക്കാം. വളരെ മനോഹരമായിട്ട് നമ്മുടെ ചീരത്തറയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സുന്ദരമാണല്ലേ, എത്ര സുന്ദരമാണല്ലേ നമ്മുടെ ചീരത്തറ. ആഹാ, അതിമനോഹരമാണ്, അതിമനോഹരം. ഇപ്പോൾ വളർന്നു വരുന്ന ചീരകളാണ്. ചീരയ്ക്ക് വളർന്നു വന്ന പാട് വീണ്ടും ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട്. ചീരത്തറയൊക്കെ വലുതായ പാട് ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിമനോഹരമാണ്, എത്ര സുന്ദരമാണല്ലേ ചീരത്തറ. ആഹാ, എത്ര സുന്ദരം. നമുക്ക് അടുത്ത് പോയിട്ട് എടുക്കുമ്പോൾ വളരെ മനോഹരമാണ് നമ്മുടെ ചീരത്തറയൊക്കെ. നമുക്ക് കുറച്ചും കൂടെ ഇങ്ങോട്ട് പോയാൽ ഇവിടെ താരാപ്പുരത്തിൻ്റെയും കയ്പയുടെയും ഒക്കെ ഇത് കാണാം, നമുക്ക് തൈ കാണാം. അതൊക്കെ നമുക്ക് പന്തലിട്ടിട്ടൊക്കെ നമുക്ക് എടുക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പന്തലൊക്കെ ഇട്ടിട്ട് ഇത് എടുത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. സുന്ദരമാണ്, വളരെ സുന്ദരമാണ്. ഒന്നുകൂടി ഇതിനിടയിലൊക്കെ നമുക്ക് ഇങ്ങനെ കയറുന്നൊക്കെ ഇവിടെ ചോളത്തിൻ്റെ തൈയൊക്കെ കാണാം. നമ്മുടെ കിഴങ്ങിൻ്റെ തോട്ടം കാണാം. ആഹാ, എത്ര സുന്ദരമാണ് നമ്മുടെ ചീരത്തറ. വളരെ മനോഹരമാണ്. നമ്മുടെ ഇവിടെ നിന്നുള്ള സൈറ്റ് നോക്കാം നമുക്ക്, എത്ര സുന്ദരമാണെന്ന് നോക്കാം. നമ്മുടെ ചോളവും പയറും വെണ്ടയും എന്ന് വേണ്ട എല്ലാം അടങ്ങുന്ന മിക്സായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ആ തോട്ടത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. അതിമനോഹരമാണ്, അതിമനോഹരം. മുളച്ച് വരുന്നതേ ഉള്ളൂ, വലുതായിട്ട് നമുക്ക് എടുക്കാനുണ്ട്. സുന്ദരമായിട്ടുള്ള വീഡിയോ നമുക്ക് എടുക്കാനുണ്ട്. ഓക്കെ, ഇവിടെ കണ്ട് ഓരോ തൈകളും ഇങ്ങനെ വളർന്ന് വരികയാണ്. മുളയിൽ മുളച്ച് ഉയർന്ന് വരിക.